هدانا لهذا وما كنا لنهتدي لولا أن هدانا الله ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان فمن شهد منكم الشهر فليصم ومن كان مريضا أو على سفر فعدة من أيام أخر يريد الله بكم اليسر ولا يريد بكم العسر ولتكملوا العدة ولتكبروا الله على ما هداكم ولعلكم تشكرون അല്ലാഹുവിൻ്റെ സത്യവിശ്വാസികളായ അടിമകളെ, അവൻ്റെ വിധിയും വിലക്കും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണേ എന്ന് സ്വന്തത്തോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്. നശ്വരമായ ഈ ലോക ജീവിതത്തിൻ്റെ ഓരോ നോക്കുകൾക്കും വാക്കുകൾക്കും അള്ളാഹുവിൻ്റെ കോടതിയിൽ ഉത്തരം പറയേണ്ടതുണ്ടെന്നും നാളിതുവരെ സമ്പാദിച്ച സമ്പാദ്യങ്ങൾക്കോ സന്താനങ്ങൾക്കോ സ്നേഹബന്ധങ്ങൾക്കോ സ്ഥാനമാനങ്ങൾക്കോ സമൂഹങ്ങൾക്കോ സംഘടനകൾക്കോ സൽപ്പേരുകൾക്കോ അള്ളാഹുവിൻ്റെ കോടതിയിൽ നമ്മെ തുണക്കുവാനോ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുവാനോ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ഏറ്റെടുക്കുവാനോ സാധിക്കുകയില്ല എന്നും സ്നേഹത്തിൻ്റെ ഭാഷയിൽ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് പുണ്യത്തിൻ്റെ പൂക്കാലമായ പരിശുദ്ധ റമദാൻ നമ്മുടെ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. ലോകത്തുള്ള ജനങ്ങളിൽ പല രീതിയിലാണ് ഹൃദയത്തിൻ്റെ ഭാഷയിൽ റമദാനിനോട് ആളുകൾ പ്രതികരിക്കുന്നത്. അതിൽ ചില ആളുകൾക്ക് ആത്മാർത്ഥമായ സന്തോഷമുണ്ട് റമദാൻ വരുന്നതിൽ. അവർ ആത്മാർത്ഥമായി സന്തോഷിക്കുകയാണ്, ആനന്ദിക്കുകയാണ്. കാരണം അവർക്ക് ഒരുപാട് നന്മ ചെയ്യാനുള്ള, ഒരുപാട് അമലുകൾ ചെയ്യാനുള്ള, ഒരുപാട് പുണ്യം ചെയ്യാനുള്ള അവസരം അവർക്ക് ശരിക്കും അവരെ സന്തോഷിപ്പിക്കുന്നുണ്ട്. രണ്ടാമത്തെ ഒരു വിഭാഗത്തിൻ്റെ ഹൃദയത്തിൽ ചെറിയൊരു പ്രയാസമുണ്ട്. റമദാൻ വരുമ്പോൾ ഇനിയിപ്പോൾ പകൽ സമയങ്ങളിൽ ഭക്ഷണം കഴിക്കാൻ കഴിയില്ല, വെള്ളം കുടിക്കാൻ കഴിയില്ല, ജീവിതത്തിൻ്റെ ചിട്ടവട്ടങ്ങൾക്കൊക്കെ ഒരു മാറ്റം വരുത്തേണ്ടി വരും, അത്താഴത്തിന് നേരത്തെ എണീക്കേണ്ടി വരും, രാത്രി തറാവിഹ് നമസ്കരിക്കേണ്ടി വരും. അവർക്കതൊക്കെ ഇഷ്ടമാണ്, അവരൊക്കെ അതൊക്കെ ചെയ്യണമെന്നുണ്ട്. പക്ഷേ എങ്കിലും അവരുടെ ഹൃദയത്തിൽ എവിടെയോ ഒരു പ്രയാസം. മൂന്നാമത്തെ ഒരു വിഭാഗത്തെ ഇത് ബാധിക്കുന്നേ ഇല്ല. റമദാൻ വന്നു പോലും വന്നിട്ടില്ല പോലും അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നമില്ല. അവരതിനെക്കുറിച്ച് ബോധേഡല്ല, അവരതിനെക്കുറിച്ച് ചിന്തിക്കുന്നുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാമത്തെ വിഭാഗത്തിൽ ഉൾപ്പെടാൻ നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആത്മാർത്ഥമായി ഒന്ന് ആലോചിച്ച് നോക്ക്, ഞാൻ ഏത് വിഭാഗത്തിൽപ്പെടും?
ഈ ഒന്നാമത്തെ വിഭാഗത്തിൽ ഞാൻ പെടുന്നുണ്ടോ? ആത്മാർത്ഥമായി എൻ്റെ ഹൃദയത്തിൽ റമദാൻ വരുന്നതുമായി ബന്ധപ്പെട്ട് സന്തോഷമുണ്ടോ, ആനന്ദമുണ്ടോ എന്ന് ചോദിച്ചു നോക്കുക. ഈ റമദാൻ വരുമ്പോൾ അതില്ലെങ്കിൽ അടുത്ത റമദാൻ വരുമ്പോൾ അതുണ്ടാക്കാനുള്ള പണി ഈ റമദാൻ എടുക്കണം. ഈ റമദാന് ചിലപ്പോൾ നമ്മൾ ആ ദർജയിൽ എത്തിയിട്ടുണ്ടാവില്ല, പക്ഷേ ഈ റമദാനോടുകൂടി അടുത്ത റമദാൻ വരുമ്പോൾ നമ്മുടെ ഹൃദയം ആത്മാർത്ഥമായി സന്തോഷിക്കുന്നതായി മാറാനുള്ള പണികൾ ഈ റമദാൻ നമ്മൾ എടുക്കണം. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. എന്തുകൊണ്ടാണ് റമദാൻ ഇത്രമാത്രം പ്രധാനപ്പെട്ടതായത്? റമദാൻ ഇത്രമാത്രം പരിപാവനത്വവും പരിശുദ്ധിയും ഉണ്ടാവാൻ കാരണം എന്താണ്? പരിശുദ്ധ ഖുർആൻ തന്നെ അത് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തുകൊണ്ട് റമദാനായി, എന്തുകൊണ്ട് റമദാൻ പരിശുദ്ധമായ മാസമായി? അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിലൂടെ നമ്മോട് പറയാണ്, ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഷഹ്റു റമദാൻ, റമദാൻ മാസത്തിന്റെ പ്രത്യേകത എന്താണ്? أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان. ആ പരിശുദ്ധമായ മാസത്തിലാണ് അല്ലാഹുവിന്റെ കലാമിന്റെ അവതരണം ഉണ്ടായത്, പരിശുദ്ധ ഖുർആനിന്റെ അവതരണം ഉണ്ടായത്. എങ്ങനെ? മിനൽ ഹുദാ വൽ ഫുർഖാൻ വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ജനങ്ങൾക്ക് നന്മയേത്, തിന്മയേത്, സത്യമേത്, അസത്യമേത്, നീതിയേത്, അനീതിയേത്, ധർമ്മമേത്, അധർമ്മമേത്, സംസ്കാരമേത്, അസംസ്കാരമേതെന്ന് വ്യക്തമായി വിവച്ഛേദിച്ച് പഠിപ്പിച്ചു കൊടുക്കുന്ന പരിശുദ്ധ ഖുർആനിന്റെ അവതരണം ഉണ്ടായത് ഈ പരിശുദ്ധമായ മാസത്തിലാണ്. ഫമൻ ഷഹിദ മിൻകുമുശ് ശഹർ. അതുകൊണ്ട് ഈ റമദാൻ മാസത്തെ നിങ്ങളിൽ ആരെങ്കിലും സാക്ഷ്യം വഹിക്കുകയാണെങ്കിൽ, പരിശുദ്ധമായ റമദാൻ വരെ നിങ്ങളുടെ ആരുടെയെങ്കിലും ആയുസ് അല്ലാഹു നീട്ടിത്തരികയാണെങ്കിൽ, ഫല്യസും, അവൻ ആ റമദാൻ മാസത്തിൽ നോമ്പെടുത്തു കൊള്ളട്ടെ. എന്താണ് നോമ്പിന്റെ ഉദ്ദേശം? യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, കുതിബ അലൈക്കുമുസ് സിയാം, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് നോമ്പ് ഒരു കൽപ്പനയാക്കപ്പെട്ടിരിക്കുകയാണ്. ഏതുപോലെ? കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും, നിങ്ങളുടെ മുൻഗാമികളായ മുൻകഴിഞ്ഞു പോയ സമുദായങ്ങൾക്ക് എപ്രകാരമാണോ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത്, അതുപോലെ നിങ്ങൾക്കും ഇതാ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുകയാണ്. എന്തിനാണ് നിർബന്ധമാക്കപ്പെട്ടത്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മതയുള്ള ആളുകളാകുന്നതിന് വേണ്ടിയാണ്. എങ്ങനെയാണ് സൂക്ഷ്മതയുള്ള ആളുകളാകുക? പരിശുദ്ധ ഖുർആനിൽ 2-ാം അധ്യായം 2-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു പറയുകയാണ്, ദാലികൽ കിതാബ്, ഇതാകുന്നു ഗ്രന്ഥം, ലാ റൈബ ഫീഹി, അതിൽ സംശയമേ ഇല്ല, ഹുദൽ ലിൽ മുത്തഖീൻ, സൂക്ഷ്മാലുക്കളായ ആളുകൾക്ക്, മുത്തഖികളായ ആളുകൾക്ക് മാർഗദർശനമാണ് ഈ പരിശുദ്ധ ഖുർആൻ. ഈ പരിശുദ്ധ ഖുർആനിലൂടെയാണ് റമദാൻ മാസത്തിൽ നാം സൂക്ഷ്മാലുക്കളായി മാറേണ്ടത്, മുത്തഖികളായി മാറേണ്ടത്. എന്താണ് പരിശുദ്ധ ഖുർആൻ? ഖുർആനെ കുറിച്ച് പടച്ചറബ് പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എത്രമാത്രം മഹാത്മ്യമേറിയതാണ്, എത്രമാത്രം ഔന്നത്യമുള്ളതാണ്, എത്രമാത്രം അതുല്യമാണ് പരിശുദ്ധ ഖുർആൻ എന്ന് പടച്ചറബ് പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. മനുഷ്യരൊഴികെ മറ്റ് ജീവജാലങ്ങൾക്കും അജൈവവും സജൈവവുമായ സകല ജീവജാലങ്ങൾക്കും വ്യക്തമായി മനസ്സിലാക്കാവുന്ന രൂപത്തിൽ പരിശുദ്ധ ഖുർആനിന്റെ സ്പഷ്ടതയെക്കുറിച്ച്, അതിന്റെ ഔന്നത്യത്തെക്കുറിച്ച് അല്ലാഹു പറയുകയാണ്. അല്ലാഹു പറയുന്നു, ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു خاشعا متصدعا من خشية الله وتلك الأمثال نضربها للناس لعلهم يتفكرون. ലൗ അൻസൽനാ, നാം എങ്ങാനും അവതരിപ്പിക്കുകയാണെങ്കിൽ, ഹാദൽ ഖുർആൻ, ഈ പരിശുദ്ധ ഖുർആനിനെ, അലാ ജബൽ, ഒരു മലക്ക് മുകളിൽ, ഒരു പർവ്വതത്തിന് മുകളിൽ, ലറഅയ്തഹു, അല്ലാഹുവിന്റെ പ്രവാചകരെ, താങ്കൾക്ക് ആ പർവ്വതത്തെ കാണാം, ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ്, അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയത്താൽ, ആ പരിശുദ്ധ ഖുർആനിന്റെ അർത്ഥത്തിന്റെ കനത്താൽ, ആ പരിശുദ്ധ ഖുർആനിന്റെ അർത്ഥത്തിന്റെ വ്യാപ്തിയാൽ, ആ പരിശുദ്ധ ഖുർആനിന്റെ ഔന്നത്യത്താൽ, ആ പരിശുദ്ധ ഖുർആനിന്റെ പരിപാവനത്വത്താൽ, ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ്, ആ മഹാപർവ്വതം, ആകാശത്തെ ചുംബിച്ചു നിൽക്കുന്ന ആ മാമല തകർന്ന് തരിപ്പണമാകുന്നതായി പ്രവാചകരെ താങ്കൾക്ക് കാണാൻ കഴിയുമെന്ന് പരിശുദ്ധ ഖുർആൻ
ഖുർആനിൽ ഖുർആനെ കുറിച്ച് പറയുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന് പരിശുദ്ധ ഖുർആൻ അവതരിക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, തണുപ്പുള്ള ദിവസങ്ങളിലും അല്ലാഹുവിന്റെ റസൂലിന്റെ നെറ്റിത്തടങ്ങളിൽ വിയർപ്പ് പൊടിയുന്നതായി കാണാൻ കഴിയും. ആ ഖുർആൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ഹൃദയത്തെ വല്ലാതെ സ്വാധീനിച്ചിരുന്നു. നമുക്കറിയാം, മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ പറയുകയാണ്, നീ എനിക്ക് ഖുർആൻ ഓതി തരണം, നീ എനിക്ക് ഖുർആൻ ഓതിതാ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങേക്ക് അവതരിപ്പിക്കപ്പെട്ട പരിശുദ്ധ ഖുർആൻ എന്തിനാണ് ഞാൻ അങ്ങേക്ക് ഓതിച്ചരുന്നത്? റസൂൽ മറുപടി പറയുകയാണ്, മറ്റുള്ളവരിൽ നിന്ന് അത് ഓതി കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ പാരായണം തുടങ്ങുകയാണ്. സൂറത്തുൻ നിസാഇന്റെ വചനങ്ങളിലൂടെ ആയത്തുകളിൽ നിന്ന് ആയത്തുകളിലേക്ക് മാറി മാറി സഞ്ചരിച്ച് അവസാനം ഫകൈഫ ഇദാ ജിനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ് ഫകൈഫ ഇദാ ജിനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ്. ഓരോ ഉമ്മത്തിനും അവരവരുടേതായ ഷഹീദിനെ, അവരവരുടേതായ സാക്ഷികളെ നാം കൊണ്ടുവരുമ്പോ ഈ ഉമ്മത്തിന്റെ സാക്ഷിയായി അള്ളാന്റെ പ്രവാചകരെ ഞാൻ താങ്കൾ കൊണ്ടുവരുന്നതാണെന്ന് ആയത്ത് ചെയ്യപ്പോ അള്ളാന്റെ റസൂല് പറയുകയാണ്, ഇബ്നു മസ്ഊദ്, താങ്കൾ നിർത്തുക. ആ കണ്ണിൽ നിന്ന് കണ്ണുനീര് അണപൊട്ടി ഒഴുകുകയാണ്. കണ്ണുനീരിൽ കുതിർന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ തുടർന്ന് കേൾക്കാൻ പോലും കഴിയാതെ അവശനായി പോകുകയാണ്. വഇദാ സമിഉ മാ ഉൻസില ഇലർ റസൂലി ترى أعينهم تفيض من الدمع مما عرفوا من الحق يقولون ربنا آمنا فاكتبنا مع الشاهدين وإذا سمعوا أبركيتال ما أنزل إلى الرسول الله بند പ്രവാചകനിലേക്ക് അവതരിപ്പിക്കപ്പെട്ട പരിശുദ്ധ ഖുർആൻ അവർ കേൾക്കുകയാണെങ്കിൽ തറാ അഅ്യുനഹും, അവരുടെ കണ്ണുകളെ താങ്കൾക്ക് കാണാം, തഫീദു മിനദ്ദമഇ മിമ്മാ അറഫൂ മിനൽ ഹഖ്, സത്യം മനസ്സിലാക്കിയത് കാരണം അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരിന്റെ കടങ്ങൾ ധാരധാരയായി ഒഴുകുന്നതായി താങ്കൾക്ക് കാണാം. യഖൂലൂന, അവർ പറയുകയാണ്, എന്നിട്ട് റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, ആമന്നാ, ഞങ്ങളിതാ വിശ്വസിച്ചിരിക്കുകയാണ്, ഫക്തുബനാ, ഞങ്ങളെ നീ എഴുതി ചേർക്കണമേ, മഅശ്ശാഹിദീൻ, ശുഹദാക്കളുടെ കൂടെ നീ എഴുതി ചേർക്കണമേ എന്ന് അവരതാ പ്രാർത്ഥിക്കുകയാണ്. വഇദാ തുലിയത് അലൈഹിം ആയാതുഹു زادتهم إيمانا وعلى ربهم يتوكلون. അള്ളാഹുവിന്റെ ആയത്തുകൾ അവർക്ക് ഓതിക്കൊടുക്കുകയാണെങ്കിൽ, അള്ളാഹുവിന്റെ വചനങ്ങൾ അവർക്ക് ഓതിക്കൊടുക്കുകയാണെങ്കിൽ അവരുടെ ഹൃദയം മരുഭൂമി പോലെ ആയിരിക്കില്ല, അവരുടെ ഹൃദയം മരിച്ചതുപോലെ ആയിരിക്കില്ല. ആ ഹൃദയം പ്രതികരിക്കുന്നതാണ്. എങ്ങനെയാണ് ആ ഹൃദയം പ്രതികരിക്കുക? സാദതുഹും ഈമാനാ, അവരുടെ വിശ്വാസം അതാ വർദ്ധിക്കുകയാണ്. ആ വിശ്വാസം അതിന്റെ പാരമ്യതയിലെത്തുമ്പോൾ അവർ പറയുകയാണ്, ഹസ്ബുനല്ലാഹു വനിഅ്മൽ വകീൽ വനിഅ്മൽ മൗലാ വനിഅ്മൽ നസീർ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അവരവരുടെ അല്ലാഹുവിൽ ബലമേൽപ്പിക്കുകയാണ്, അവരവരുടെ രക്ഷിതാവിങ്കൽ ബലമേൽപ്പിക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ ഏത് രീതിയിലാണ് മനുഷ്യരുടെ ഹൃദയത്തെ സ്വാധീനിക്കുക എന്ന് വിവിധങ്ങളായ ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തരാണ്. ഒരിക്കലും ഖുർആൻ കേൾക്കുമ്പോൾ പ്രതികരിക്കാത്ത ഒരു മനസ്സായി നമ്മുടേത് മാറരുത് പ്രിയപ്പെട്ടവരെ. റസൂൽ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച ഒരു പ്രാർത്ഥന എന്തറിയോ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഖൽബിൻ ലാ തഖ്ശഅ വമിൻ ഐനിൻ ലാ തദ്മഅ. അല്ലാഹുവേ, പേടിക്കാത്തൊരു ഹൃദയത്തിൽ നിന്നും കരയാത്തൊരു കണ്ണിൽ നിന്നും നീ എന്നെ രക്ഷിക്കണേ അല്ലാ. ഞാൻ നിന്നോട് കാവലിനെ തേടുകയാണ്. എന്ത് കേട്ടാലും നിറയാത്ത കണ്ണുകൾ, എന്ത് കേട്ടാലും പിടയാത്ത ഹൃദയങ്ങൾ, എത്ര കേട്ടാലും നന്നാവാത്ത മനസ്സുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അതിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആൻ മനുഷ്യരുടെ ഹൃദയത്തോട് സംസാരിക്കും. നമുക്ക് എങ്ങനെ ഹൃദയം ഉണ്ടോ? ആർക്കെങ്കിലും തോന്നാണ്, എനിക്ക് കരയാൻ പറ്റുന്നില്ലല്ലോ, എന്റെ ഹൃദയം പേടിക്കുന്നില്ലല്ലോ, നരകം പറയുമ്പോൾ പേടിക്കുന്നില്ല, ഖബർ പറയുമ്പോൾ പേടിക്കുന്നില്ല, മലക്കുൽ മൗത്തിന്റെ വരവ് പറയുമ്പോൾ പേടിക്കുന്നില്ല, എന്ത് പറയുമ്പോൾ എന്റെ ഹൃദയം പേടിക്കുന്നില്ല, എന്ത് പറയുമ്പോൾ എന്റെ കണ്ണ് നിറയുന്നില്ല, ഖുർആൻ കേൾക്കുമ്പോൾ നിറയുന്നില്ല, അള്ളാന്റെ റസൂലിന്റെ ചരിത്രം കേൾക്കുമ്പോൾ നിറയുന്നില്ല, എനിക്ക് കരയാൻ പറ്റുന്നില്ല, എനിക്ക് കരയാൻ പറ്റുന്നില്ല എന്ന് ആർക്കെങ്കിലും തോന്നുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, അവർക്കുള്ള പരിഹാരമാണ് പരിശുദ്ധ ഖുർആൻ. ആ ഖുർആനിന്റെ താളുകളിലൂടെ നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ 1 തവണ 2 തവണ 3 തവണ 4 തവണ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ഹൃദയം പതുക്കും, നിങ്ങളുടെ ഹൃദയം സോഫ്റ്റ് ആവും. നിങ്ങളുടെ ഹൃദയം ഏത് വിത്തിട്ടാലും 100 മേനി വിളയുന്ന നന്മയുടെ വിത്തുകൾ 100 മേനി വിളയുന്ന വളക്കൂറുള്ള മണ്ണുകളായി നിങ്ങളുടെ ഹൃദയം മാറും. കാരണം പരിശുദ്ധ ഖുർആൻ മനുഷ്യന്റെ ഹൃദയത്തോടാണ് സംസാരിക്കുക.
നിങ്ങൾക്കറിയോ ഈ ഖുർആൻ 114 അധ്യായങ്ങളുള്ള പരിശുദ്ധ ഖുർആൻ, 30 ജുസുള്ള പരിശുദ്ധ ഖുർആൻ, ആ ഖുർആൻ അള്ളാന്റെ റസൂലിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിച്ചതല്ല, മറിച്ച് ഖിയാമത്ത് നാൾ വരെ വരാനിരിക്കുന്ന സകല മുസ്ലിമുകളോടും സകല മനുഷ്യരോടും പേഴ്സണലായി, വ്യക്തിപരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിച്ചതാണ് ഈ പരിശുദ്ധ ഖുർആൻ. അതാണ് ഖുർആന്റെ ഏറ്റവും വലിയ അത്ഭുതം. ഖുർആൻ മുഅ്ജിസത്താണെന്ന് വെറുതെ പറയുന്ന ഒന്നല്ല. ഒരുപാട് ആളുകൾക്ക് ഈ ഖുർആനുമായി ഇടപഴകുന്ന ഒരുപാട് മനുഷ്യർക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഖുർആനുമായി അടുത്ത ആളുകളോട് നിങ്ങൾ സംസാരിക്കണം, അവർക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരാൾ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുകയാണ് കുടുംബത്തോടൊന്നിച്ച്. ഒരു അമുസ്ലിമാണ്, കാഫിറാണ്. അദ്ദേഹം കുടുംബത്തോടൊന്നിച്ച് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കാൻ. 2 ചെറിയ മക്കളുണ്ട്. ആ മക്കൾക്ക് വിഷം കൊടുത്തിട്ട് അയാളും ഭാര്യയും വിഷം കൊടുത്ത് മരിക്കാൻ തീരുമാനിച്ച അന്ന് രാത്രി അയാളുടെ ഓഫീസ് മുറിയിലെ സോഫയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ, കസേരയിൽ ഇരിക്കുമ്പോൾ, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഏതോ ഒരാൾ അയാൾക്ക് നൽകിയ ഒരു ഖുർആനിന്റെ കോപ്പി അയാളുടെ കണ്ണിൽപ്പെടാൻ വെറുതെ അലസമായി അയാൾ അലമാരക്കടുത്തേക്ക് നടന്നുപോയി ആ ഖുർആന്റെ കോപ്പി എടുത്തു, അതൊന്ന് മറിച്ചു നോക്കി. അദ്ദേഹത്തിന്റെ കണ്ണിൽപ്പെട്ട ആയത്ത് വലാ തഖ്തുലു ഔലാദകും മിൻ ഇംലാഖ് നഹ്നു നർസുഖുകും വഇയ്യാഹും, നിങ്ങൾ നിങ്ങളുടെ സന്താനങ്ങളെ ജീവിതത്തിന്റെ പ്രതിസന്ധി ഭയന്നുകൊണ്ട് കൊന്നുകളയരുത്. നഹ്നു നർസുഖുകും വഇയ്യാഹും, നിങ്ങളുടെ പ്രതിസന്ധിയും അവരുടെ പ്രതിസന്ധിയും, നിങ്ങളുടെ അന്നവും അവരുടെ അന്നവും എന്റെ ഉത്തരവാദിത്തമാണ് എന്ന പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ അയാളെ ഞെട്ടിപ്പിച്ചു കളഞ്ഞു. അയാളെ ഞെട്ടിത്തരിച്ചു പോയി. ഒരുപക്ഷെ 2 ആഴ്ച മുമ്പ്, 1 മാസം മുമ്പാണ് അയാൾ പരിശുദ്ധ ഖുർആൻ എടുത്ത് ഈ ആയത്ത് കാണുന്നതെങ്കിൽ ഇത്രത്തോളം അയാളുടെ മനസ്സിനെ സ്വാധീനിക്കില്ലായിരുന്നു. പക്ഷെ ആ മനുഷ്യൻ ആയത്ത് വല്ലാതെ ഈ സന്ദർഭത്തിൽ സ്വാധീനിച്ചു. കാരണം അയാളുടെ 2 പൈതങ്ങളുടെ മരണം അയാൾ കാണാൻ നിൽക്കുകയാണ്. കാരണം താനും ഭാര്യയും 2 മക്കളും ഒരുമിച്ച് വിഷം കഴിച്ചാൽ ചെറിയ മക്കളായിരിക്കാം ഒരുപക്ഷെ ആ വിഷത്തിന്റെ ഊക്കിൽ ആദ്യം മരിച്ചു പോകുക. ആ രംഗം എങ്ങനെ കാണുമെന്ന് സങ്കടപ്പെട്ട് നിൽക്കുമ്പോഴാണ് പരിശുദ്ധ ഖുർആന്റെ ഈ ആയത്ത് അയാളുടെ കണ്ണിൽപ്പെടുന്നത്. അയാൾ അവിടുന്ന് എഴുന്നേറ്റ് പോയി ആദ്യം ചെയ്തത് ആ വിഷം കലക്കിയ ഭക്ഷണം എടുത്ത് വേസ്റ്റിൽ കളഞ്ഞു. എന്നിട്ട് വന്നിരുന്ന് പരിശുദ്ധ ഖുർആൻ വായിച്ചു. ഇന്ന് അയാൾ മുസ്ലിമാണ്, സജീവ ദാഇയാണ്. ഇത് ഒരാളുടെ അനുഭവമല്ല. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ഇതേ അനുഭവം ഉണ്ടായിട്ടില്ലേ? അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കാൻ കാരണം എന്താണ്? ഉമർ റളിയല്ലാഹു ഇസ്ലാം സ്വീകരിക്കാൻ, നമ്മളൊക്കെ പണ്ടേ പറയുന്ന സൂറത്തു താഹയുടെ ഒരു ഭാഗമുണ്ട്, അത് അവസാനത്തെ സ്റ്റേജാണ്. സൂറത്തു താഹ കേട്ടിട്ടാണ് ഉമർ റളിയല്ലാഹു ഇസ്ലാം സ്വീകരിച്ചതെന്ന് പറയാറുണ്ട്. അത് ഏറ്റവും അവസാനമാണ്. അതിന് മുമ്പൊരു സംഭവം ഉണ്ട്. എന്താണ് സംഭവം? ഉമർ റളിയല്ലാഹു അൻഹു തന്റെ ചങ്ങായിമാരൊപ്പം, തന്റെ ഫ്രണ്ട്സിനൊപ്പം കമ്പനി കൂടാൻ പോയതാണ്. അപ്പൊ ആരുമില്ല, കൂട്ടുകാരും ഇല്ല. അങ്ങനെ അദ്ദേഹം തിരിഞ്ഞ് കഅബാലയത്തിലേക്ക് നടക്കാൻ. കഅബാലയത്തിലേക്ക് പോയപ്പോ കഅബ ശൂന്യമാണ്, ആരുമില്ല. കഅബ തവാഫ് ചെയ്യാൻ ആരുമില്ല. അവിടെ ഒരാളെ മാത്രം ഉമർ റളിയല്ലാഹു അൻഹു കണ്ടു. അത് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആയിരുന്നു. ഒറ്റക്ക് തവാഫ് ചെയ്യാണ്. അദ്ദേഹം എന്തോ ഇങ്ങനെ പാരായണം ചെയ്യുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണിൽപ്പെടാതെ ഉമർ റളിയല്ലാഹു അൻഹു റസൂലിന്റെ വാക്കുകൾ കേൾക്കാൻ വേണ്ടി, റസൂലിന്റെ ഖുർആൻ പാരായണം കേൾക്കാൻ വേണ്ടി പതുങ്ങി പ്രവാചകന്റെ പിന്നാലെ നടന്നു. അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്തുകൊണ്ടിരുന്നത് സൂറത്തുൽ ഹാഖയാണ്. സുന്ദരമായ ഒരു അധ്യായമാണ്. ആ അധ്യായം ശരിക്ക് കേൾക്കുകയാണെങ്കിൽ നമ്മളും ഒന്ന് ഇരുന്നു പോകും. അൽ ഹാഖതു മൽ ഹാഖ വമാ അദ്റാക മൽ ഹാഖ. സുന്ദരമായ ഒരു സൂറത്താണത്. ആ സൂറത്ത് റസൂൽ ഇങ്ങനെ പാരായണം ചെയ്തിട്ട് തവാഫ് ചെയ്യാണ്. ഉമർ റളിയല്ലാഹു അൻഹു അത് കേൾക്കാതിരിക്കാൻ പറ്റിയില്ല. അതങ്ങനെ കേട്ടു, ശ്രദ്ധിച്ച് കേട്ടു. ആ ഹാക്കയിലാണ് ഈ മാശറയിൽ വെച്ച് വലത് കൈയിലേക്ക് ഗ്രന്ഥം നൽകപ്പെടുന്ന ആളുകളുടെ സംഭവമൊക്കെ പറയുന്നത്. ഒന്ന് വായിച്ചു നോക്കണം ആ സൂറത്ത്. അങ്ങനെ പ്രവാചകന് പാരായണം ചെയ്ത് അതിന്റെ അവസാനത്തിലെത്തിയപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ്, എത്ര സുന്ദരമായ കവിതയാണല്ലേ, എന്ത് രസമുള്ള കവിതയാണ് ഈ കവിത കേൾക്കാൻ, എന്താ സുഖം, എന്താ രസം, ശ്രവ്യാനന്ദകരമായ കവിത. ഉമർ റളിയല്ലാഹു അൻഹു മനസ്സിലത് ആലോചിച്ചിട്ടുള്ളൂ. ആ സമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അടുത്ത പാരായണം ചെയ്യുന്ന ആയത്ത് അറിയോ? വമാ ഹുവ ബിഖൗലി ശാഇർ ഖലീലൻ മാ തുഅ്മിനൂൻ. ഇതൊരിക്കലും ഒരു കവിയുടെ വാക്കുകളല്ല, ഇതൊരു കവിതയുമല്ല. ഖലീലൻ മാ തുഅ്മിനൂൻ, നിങ്ങളിൽ കുറച്ചാളുകൾ മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ. ഇത് കേട്ടപ്പോൾ ഉമർ അത്ഭുതമായി. എന്റെ മനസ്സിൽ ഞാൻ ചിന്തിച്ചപ്പോൾ എങ്ങനെയാണ് മുഹമ്മദ് ഇത് അറിഞ്ഞത്? എന്റെ സാന്നിധ്യം പോലും അദ്ദേഹം അറിഞ്ഞില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ എങ്ങനെ എന്റെ മനസ്സിൽ വന്ന ഈ ചിന്തക്ക് അദ്ദേഹം മറുപടി പറഞ്ഞു? ഇനി ഇദ്ദേഹം വല്ല ഭാവി പ്രവചിക്കുന്ന ആളാണോ, വല്ല ജ്യോത്സ്യനുമാണോ? എന്റെ ഈ രഹസ്യമായ വരവിനെ കുറിച്ച് ഞാൻ അറിയാതെ, ഞാൻ പ്രത്യക്ഷപ്പെടാതെ അറിയുന്ന വല്ല ജ്യോത്സ്യനുമാണോ എന്ന് ചിന്തിച്ചു. അടുത്ത ആയത്ത് വമാ ഹുവ ബിഖൗലി കാഹിൻ ഖലീലൻ മാ തദക്കറൂൻ.
ഇദ്ദേഹം ഒരു ജ്യോത്സ്യനല്ല, ഒരു ഭാവി പ്രവചനക്കാരനുമല്ല, അങ്ങനെയുള്ളൊരുത്തന്റെ വാക്കുകളുമല്ല. ഖലീലൻ മാ തദക്കറൂൻ, നിങ്ങളിൽ കുറച്ചാളുകൾ മാത്രമേ ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യുന്നുള്ളൂ. ഇതുകൂടിയായപ്പോൾ പിന്നെ ഉമർ അള്ളാൻ അവിടെ നിന്നില്ല. കാരണം അബൂജഹലും മുത്തുബത്തും ഷൈബത്തൊക്കെ പറഞ്ഞിരുന്നു, മുഹമ്മദിന്റെ വാക്കുകൾ അധികം കേട്ടാൽ നിങ്ങൾ അതിൽ വീണുപോകും, അതുകൊണ്ട് അധികം നേരം അത് കേൾക്കാൻ നിൽക്കരുത്, അവിടുന്ന് വേഗം പോയിക്കൊള്ളണം എന്ന് പറഞ്ഞിരുന്നു. അത് പേടിച്ചിട്ട് ഉമർ അള്ളാൻ അവിടുന്ന് പോയി. പക്ഷേ ആ ഹൃദയം അദ്ദേഹത്തെ അത് സമ്മതിച്ചില്ല. ഉമർ അള്ളാന്റെ ഹൃദയം ആവർത്തിച്ച് അദ്ദേഹത്തോട് ചോദിച്ചു, അതെങ്ങനെ ഒരു കവിതയാവും, അതെങ്ങനെ ഒരു ജ്യോത്സ്യന്റെ വാക്കാകും, അതെങ്ങനെ ഒരു സിഹറാകും, അതെങ്ങനെ ഒരു ഭ്രാന്തന്റെ വാക്കുകളാവും? അല്ല 1000 തവണ ഉമർ അള്ളാന്റെ ഹൃദയം അദ്ദേഹത്തോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെയാണ് അവസാനം പെങ്ങളുടെ വീട്ടിൽ വെച്ച് ത്വാഹാ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതഷ്ഖാ ഇല്ലാ തദ്കിറതൻ ലിമൻ യഖ്ശാ തൻസീലൻ മിമ്മൻ ഖലഖൽ അർദ വസ്സമാവാതിൽ ഉലാ. ആ സൂറത്തിന്റെ അർത്ഥം വല്ലാത്ത അർത്ഥമാണ്. അങ്ങയിലേക്ക് ഞാൻ ഖുർആൻ അവതരിപ്പിച്ചത് അങ്ങ് വേദനിക്കാൻ വേണ്ടിയല്ല, അങ്ങ് പ്രയാസപ്പെടാൻ വേണ്ടിയല്ല എന്നുകൂടി കേട്ടപ്പോ, ആ ആയത്തുകൾ അങ്ങനെ കുറച്ചധികം കേട്ടപ്പോ ഉമറുല്ലാൻ അവിടെ കീഴടങ്ങാണ്. അവിടെ കീഴടങ്ങാതിരിക്കാൻ നിവൃത്തിയില്ല പ്രിയപ്പെട്ടവരെ. അങ്ങനെയാണ് ഉമറുല്ലാൻ അർക്കമിന്റെ വീട്ടിൽ പോയിട്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹി എന്ന ഷഹാദത്തിൽ ഇസ്ലാമിലേക്ക് വരുന്നത്. നമ്മുടെ ഹൃദയത്തോട്, നമ്മുടെ മനസ്സിനോട് ഈ കൂട്ടത്തിലിരിക്കുന്ന ആളുകളിൽ പല ആളുകൾക്കും അനുഭവം ഉണ്ടായിട്ടുണ്ടാവും. ഖുർആൻ തുറന്നു നോക്കുമ്പോൾ നല്ല മനസ്സിന് പ്രയാസം വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാന്നറിയോ? ഖുർആൻ തുറക്കണം, എന്നിട്ട് ആ ഖുർആൻ ഒന്ന് ഓതണം. ആ ഖുർആൻ നിങ്ങളോട് സംസാരിക്കും. എപ്പോഴേ സംസാരിക്കുള്ളൂ എന്നറിയോ? ആ ഖുർആൻ പറയുന്നത് എന്താണെന്ന് നമുക്കറിയണം. ഖുർആൻ പറയുന്നത് എന്താണെന്ന് നമുക്കറിയണം. ആലി ചന്തക്ക് പോയ പോലത്തെ ഒരു ഓത്തുണ്ട്, ആ ഓത്തിലൊന്നും മനസ്സിലാവില്ല, ഒന്നും തിരിയും ചെയ്യില്ല. ഖുർആൻ എന്നോട് എന്താണ് സംസാരിക്കുന്നത് എന്ന് അറിയുന്ന ഒരാൾ ഹൃദയവേദനയോടെ പടച്ചറബിന്റെ മുന്നിൽ വന്നിരുന്നിട്ട് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്താൽ അള്ളാഹു അവനോട് സംസാരിക്കുന്ന മാധ്യമമാണ് ഈ പരിശുദ്ധ ഖുർആൻ. അള്ളാഹു അവനോട് സംസാരിക്കുന്ന മീഡിയമാണ് പരിശുദ്ധ ഖുർആൻ. അവന്റെ ഹൃദയം ആവശ്യപ്പെടുന്നത് എന്താണോ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധ ഖുർആനിലൂടെ നൽകുക തന്നെ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഖുർആനിലൂടെ അല്ലാഹുവിലേക്ക് അടുക്കുന്ന, അല്ലാഹുവിന്റെ സാമീപ്യം നേടുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മേവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വനസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വഅൻ ജമീഇൽ മുസ്ലിമീന അജ്മഈൻ വനസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് സ്വന്തത്തെയും നിങ്ങളെയും വസിയത്ത് ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ റമദാൻ മാസം വരുന്നതിൻ്റെ മുമ്പ് നമുക്ക് ചില ഒരുക്കങ്ങൾ നടത്താനുണ്ട്. മാനസികമായും ശാരീരികമായും. പള്ളി വൃത്തിയാക്കൽ, വീട് വൃത്തിയാക്കൽ, പള്ളിക്ക് പെയിൻ്റ് അടിക്കൽ. ഇപ്പോൾ പുതിയ പള്ളിയായതുകൊണ്ട് പെയിൻ്റ് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ ഒരുപാട് ഒരുക്കങ്ങൾ നമ്മൾ നടത്താറുണ്ട്. അതോടൊപ്പം നമ്മൾ നടത്തേണ്ട വലിയൊരു ഒരുക്കമാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ ഒരുക്കം. ആ ഒരുക്കം നമ്മൾ തീർച്ചയായും ചെയ്തേ പറ്റുള്ളൂ സുഹൃത്തുക്കളെ, ഏറ്റവും നല്ല രീതിയിൽ. എങ്ങനെയാണ് ഹൃദയത്തെ ഒരുക്കുക? ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുക. അപ്പോൾ ചില ആളുകളോട് പശ്ചാത്തപിക്കാനും തൗബ ചെയ്താനും പറഞ്ഞാൽ തിരിച്ച് ചോദിക്കുന്ന ചോദ്യം എന്താ അറിയോ? ഞാൻ അതിനൊന്നും തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, ഞാൻ പാപം ചെയ്യാത്ത മനുഷ്യരുണ്ടോ പ്രിയപ്പെട്ടവരെ? കുല്ലു ബനി ആദമ ഖത്താഊൻ അഫ്ദലുഹും അത്തവാബീൻ. ആദമിന്റെ എല്ലാ മക്കളും തെറ്റ് ചെയ്യുന്നവരാണ്. ഹൃദയം കൊണ്ടെങ്കിലും തെറ്റ് ചെയ്യാത്ത ആരുമില്ല. നമ്മളൊക്കെ പാപികളാണ്, തെറ്റുകാരാണ്, ദോഷം ചെയ്യുന്നവരാണ്. അതിന് ആത്മാർത്ഥമായി അള്ളാഹുവിനോട് പശ്ചാത്തപിക്കുക എന്നതാണ്. എങ്ങനെയാണ് അള്ളാഹുവിനോട് പശ്ചാത്തപിക്കണമെങ്കിൽ ആദ്യം വേണ്ടത് അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ വലുപ്പത്തിലാണ് നമ്മൾ അറിയണം. അള്ളാഹുവിന്റെ മഗ്ഫിറത്തിന്റെ വലുപ്പത്തിലാണെന്ന് നമ്മൾ അറിയണം. നമ്മൾ ആരോടാണ് സങ്കടം പറയാ? എനിക്കൊരു സങ്കടം ഉണ്ടാവാൻ, മാനസികമായ ഒരു പ്രയാസം ഉണ്ടാവാൻ ഞാൻ ആരോടാണ് പറയാ? എൻ്റെ മൈൻഡ് ചെയ്യാത്ത ഒരാളുടെ ഞാൻ പോയി സങ്കടം പറയോ? എൻ്റെ വിഷമങ്ങൾ എത്ര പറഞ്ഞാലും മനസ്സിലാവാത്ത ഒരാളോട് ഞാൻ പോയി സങ്കടം പറയോ? ഇല്ലല്ലോ. ഞാൻ ആരോടാണ് സങ്കടം പറയുക? എൻ്റെ വിഷമം ഏറ്റവും നന്നായി മനസ്സിലാക്കുന്ന, ഞാൻ പറഞ്ഞാൽ ഏറ്റവും നന്നായി അത് തിരിച്ചറിയുന്ന എൻ്റെ അടുത്ത സുഹൃത്തിനോടാണ് ഞാൻ എൻ്റെ സങ്കടങ്ങൾ പറയുക, എൻ്റെ ബുദ്ധിമുട്ടുകൾ പറയുക. പ്രിയപ്പെട്ടവരെ, അള്ളാഹു അങ്ങനെ ഒരു നാഥനാണ്, അങ്ങനെ ഒരു രക്ഷിതാവാണ്. നമ്മുടെ വിഷമം ഏറ്റവും നന്നായി മനസ്സിലാകുന്ന, നാം പശ്ചാത്തപിച്ച് തിരിച്ചു വരണമെന്ന് ഏറ്റവും നന്നായി ആഗ്രഹിക്കുന്ന റബ്ബ്. അത് ചില ആയത്തുകളിലൂടെ വളരെ വ്യക്തമാണ്. അള്ളാഹു പറയാണ് സൂറത്തുൽ ആലി ഇംറാനിലൂടെ, വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിൻ റബ്ബികും وجنة عرضها السماوات والأرض أعدت للمتقين وسارعوا നിങ്ങൾ വേഗത്തിൽ ഓടിയെടുക്കുക ഇലാ മഗ്ഫിറത്തിൻ
മിർ റബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവിന്റെ പാപമോചനത്തിലേക്ക്, വജന്നത്തിൻ സ്വർഗ്ഗത്തിലേക്കും, അർദുഹസ് സമാവാതു വൽ അർദ് ആകാശഭൂമികളെക്കാൾ വലുപ്പമുള്ള സ്വർഗ്ഗത്തിലേക്കും നിങ്ങൾ ഓടിയെടുക്കുക. ഉഇദ്ദത് ലിൽ മുത്തഖീൻ, മുത്തഖികളായ ആളുകൾക്ക് വേണ്ടി അല്ലാഹു ഒരുക്കി വെച്ചതാണ്. എങ്ങനെയുള്ള ആളുകളാണ് അല്ലാഹുവിലേക്ക് ഓടിയെടുക്കുന്നവർ? വല്ലദീന ഇദാ ഫഅലൂ ഫാഹിഷതൻ ഔ ളലമൂ അൻഫുസഹും ദക്കറുല്ലാഹ്, അവരൊരു തെറ്റ് ചെയ്താൽ, അവരൊരു പാപം ചെയ്താൽ, വൃത്തികേട് ചെയ്താൽ അടുത്ത നിമിഷം ദക്കറുല്ലാഹ്, അവരതാ അല്ലാഹുവിനെ ഓർക്കുകയാണ്. ഫസ്തഗ്ഫിറൂ ലിദുനൂബിഹിം, എന്നിട്ട് അവരുടെ പാപത്തിന് വേണ്ടി പൊറുക്കലിനെ തേടുകയാണ്. വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, പാപം പൊറുക്കുന്നവൻ അല്ലാഹു അല്ലാതെ മറ്റാരാണ്? സാബിഖൂ, നിങ്ങൾ മത്സരിച്ച് ഓടിയെടുക്കുക. ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവിന്റെ പാപമോചനത്തിലേക്ക്. അല്ലാഹുവിന്റെ പ്രയോഗം നോക്ക് നിങ്ങൾ. സാരിഉ, നിങ്ങൾ ഓടിയെടുക്കുക. സാബിഖൂ, നിങ്ങൾ മത്സരിച്ചോടുക. എവിടേക്ക്? ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, അല്ലാഹുവിന്റെ മഗ്ഫിറത്തിലേക്ക്. ഫഫിറൂ ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിലേക്ക് ഓടുക. നിങ്ങൾ അള്ളാഹുവിലേക്ക് ഓടുക. ഒരു ഹദീസ് നമുക്ക് കാണാം, ഒരാൾ അള്ളാഹുവിലേക്ക് ഒരു ചാണെടുത്താൽ അവനിലേക്ക് അള്ളാഹു ഒരു മുഴമെടുക്കുന്നതാണ്. ഒരാൾ അള്ളാഹുവിലേക്ക് നടന്നു പോയാൽ അള്ളാഹു അവനിലേക്ക് ഓടി വരുന്നതാണ്. ഒരാൾ അള്ളാഹുവിലേക്ക് ഓടിപ്പോയാൽ അതിനേക്കാൾ വേഗത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടുത്തേക്ക് വരുന്നതാണ്. ഒരാൾ അള്ളാഹുവിനെ പൂർണ്ണമായും അള്ളാഹുവിലേക്ക് എല്ലാം പരമേൽപ്പിച്ചാൽ അവന്റെ കണ്ണും അവന്റെ കാതും അവന്റെ കൈകളും അവന്റെ കാലുകളും അവന്റെ അവയവങ്ങളും എല്ലാം അള്ളാഹു ആയി തീരുന്ന സഹീഹായ ഹദീസാണ്. ഈ ഹദീസിന്റെ അർത്ഥം പിന്നീട് അവന് തെറ്റ് ചെയ്യാൻ കഴിയില്ല. അവന്റെ കണ്ണുകളെ അല്ലാഹു നിയന്ത്രിക്കും, അവന്റെ കാതുകളെ അല്ലാഹു നിയന്ത്രിക്കും, അവന്റെ കൈകളെ അല്ലാഹു നിയന്ത്രിക്കും, അവന്റെ പാദങ്ങളെ അല്ലാഹു നിയന്ത്രിക്കും. ആ റബ്ബിന്റെ പ്രവിശാലമായ മഗ്ഫിറത്തിനെ മനസ്സിലാക്കിയിട്ട് അവിടേക്ക് നമ്മൾ ചെല്ലണം. അങ്ങനെ ചെല്ലണമെങ്കിൽ നമ്മുടെ കയ്യിൽ ചില പാതയങ്ങൾ ഉണ്ടാവണം, ചില കാര്യങ്ങൾ ഉണ്ടാവണം. എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ? ഒന്നാമതായി പ്രിയപ്പെട്ടവരെ, ഞാൻ തെറ്റുകാരനാണ് എന്ന് അള്ളാഹുവിന്റെ മുന്നിൽ അംഗീകരിക്കലാണ്. അതേറ്റവും വലുതാണ്. ഞാൻ തെറ്റുകാരനാണ് എന്ന് അള്ളാഹുവിന്റെ മുന്നിൽ അംഗീകരിക്കലാണ്. ഞാൻ അംഗീകരിച്ചു, ഞാൻ തെറ്റുകാരനാണ്, എന്റെ അടുത്ത് തെറ്റുണ്ടോ റബ്ബേ? എല്ലാ പ്രവാചകന്മാരും അത് ചെയ്തിട്ടില്ലേ? ആദം നബിയുടെ പ്രാർത്ഥന എന്താ? റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹുവേ, എനിക്ക് പുറത്തു തരണം, ഞാൻ എന്റെ സ്വന്തത്തോട് അക്രമം ചെയ്തു. യൂനുസ് നബിയുടെ പ്രാർത്ഥന എന്താ? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. നീ അല്ലാതെ ആരാധ്യനില്ല, നീ പരിശുദ്ധനാണ് റബ്ബേ, ഞാൻ ഇത് അക്രമകാരികളിൽ പെട്ടിരിക്കാൻ. എന്നിട്ട് അങ്ങോട്ട് സമർപ്പിക്കാൻ, അള്ളാഹിന്റെ മുന്നിൽ അങ്ങോട്ട് സമർപ്പിക്കാണ്. ബാക്കി എന്താന്ന് വെച്ചാൽ നീ ചെയ്തോ റബ്ബേ. അതാണ് യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ രീതി. അങ്ങനെ ഓരോ പ്രവാചകന്മാരും അള്ളാഹിന്റെ മുന്നിൽ പൂർണ്ണമായി സമർപ്പിച്ച തെറ്റുകൾ സമ്മതിച്ച ചരിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ജീവിതത്തിൽ ഒരുപാട് തെറ്റ് ചെയ്യുന്നവരാണ് പ്രിയപ്പെട്ടവരെ. ആ തെറ്റുകൾ അള്ളാഹിന്റെ മുന്നിൽ തെറ്റാണ് എന്ന് അംഗീകരിച്ച് സമ്മതിക്കണം. എന്നിട്ട് അള്ളാഹുവിനോട് പറയണം, റബ്ബേ, ഇനി തെറ്റ് ഞാൻ ചെയ്യില്ല. അതാണ് രണ്ടാമത്തെ കാര്യം. ഇനി ആ തെറ്റ് ഞാൻ ഒരിക്കലും ചെയ്യില്ല. എൻ്റെ ജീവിതത്തിൽ ആ പാപം ഇനി ഉണ്ടാവില്ല. ഇനി ആ തെറ്റ് ചെയ്യില്ല എന്ന വിചാരം ഉണ്ടെങ്കിലേ അള്ളാന്റെ മുന്നിൽ സമ്മതിക്കാൻ കഴിയുള്ളൂ. മൂന്നാമതായി വേണ്ടത്, ആ തെറ്റ് ചെയ്തതിനെ കുറിച്ച് നല്ല വേദന മനസ്സിലുണ്ടാവണം, നല്ല വേദന ഉണ്ടാവണം. പ്രിയപ്പെട്ടവരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹൃദയത്തിൽ ചില സിസ്റ്റങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ സിസ്റ്റം എന്താണെന്ന് അറിയോ? നമ്മുടെ മനസ്സിൽ ചില സിസ്റ്റങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ സിസ്റ്റത്തിനെയാണ് ലവ്വാമ എന്ന് പറയുക. ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമ. എന്താണ് ലവ്വാമ? നമ്മുടെ ഒക്കെ ഉള്ളിലുള്ള ഒരു സാധനമാണ് ലവ്വാമ. ലവ്വാമ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഒരാൾ ഒരു തെറ്റ് ചെയ്യാൻ പോകുമ്പോൾ ഉള്ളെന്ന് പറയും, പുറത്തുനിന്നല്ല, പുറത്തുനിന്ന് ആരും പറയുന്നതല്ല, ഉള്ളെന്ന് പറയും. ചെയ്യണ്ട കേട്ടോ, തെറ്റാണ്, മോശമാണ്, അത് ചെയ്യണോ? സാധാരണഗതിയിൽ ആളുകൾ എന്താ ചെയ്യുക? കുഴപ്പമില്ല, ലാസ്റ്റ് ഒറ്റൊട്ടം കൂടിയല്ലേ, ഒരു വട്ടം കൂടി ചെയ്തിട്ട് നിർത്താം, ഇനി ചെയ്യൂല, എന്നിട്ട് വീണ്ടും ചെയ്യും. അപ്പൊ വീണ്ടും ലവ്വാമ പറയും, നേരത്തെ അതിനേക്കാൾ കുറച്ച് ഒച്ച കുറവായിരിക്കും, അത് പറയും വേണ്ടട്ടോ, ചെയ്യണ്ട. ഇതിങ്ങനെ ആവർത്തിച്ചാവുമ്പോൾ നഫ്സുൽ ലവ്വാമ മരിക്കും. പിന്നെ എന്ത് തെറ്റ് ചെയ്യുമ്പോഴും ഒരു മനസാക്ഷി കുത്തുണ്ടാവില്ല. എത്ര വ്യഭിചരിച്ചാലും പശ്ചാത്താപം തോന്നില്ല, എത്ര മദ്യപിച്ചാലും പശ്ചാത്താപം തോന്നില്ല, അന്യന്റെ മുതൽ എത്ര കൊള്ളയടിച്ചാലും ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരു വേദന പോലും ഉണ്ടാവില്ല. ആ അവസ്ഥയിലേക്ക് നമ്മൾ എത്തും. അതിനെയാണ് നഫ്സുൽ ലവ്വാമയുടെ മരണം എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ثم قست قلوبكم من بعد ذلك فهي كالحجارة أو أشد قسوة. കല്ലുകളേക്കാൾ മരവിച്ചു പോയ ഹൃദയത്തിന്റെ ഉടമകൾ, അള്ളാഹു അതിൽ നമ്മൾ പെടുത്താതിരിക്കട്ടെ. അങ്ങനെ സംഭവിച്ചു പോയാലും നമുക്ക് തിരിച്ചു വരാൻ ചാൻസ് ഉണ്ട് പ്രിയപ്പെട്ടവരെ.
നമുക്ക് തിരിച്ചു വരാൻ അവസരമുണ്ട്. 1000 തവണ ഒരാൾ തെറ്റ് ചെയ്താലും 1001ാമത്തെ തവണ അള്ളാഹുവിനോട് പശ്ചാത്തപിച്ചാൽ അള്ളാഹു